കളവ് പറയൽ നിർത്തിയിട്ടില്ല എങ്കിൽ വൽ അമല ബിഹി, ആ കളവ് നടത്തലും നിർത്തിയിട്ടില്ല എങ്കിൽ, അതായത് കളവ് പറയാ കക്കുക രണ്ടും, കളവ് പറയലും കക്കലും ഒരാള് നിർത്തിയിട്ടില്ലെങ്കിൽ ഹബീബാ നബി തങ്ങൾ പറയുന്നു ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തഅമഹു വശറാബഹു. ഒരു മനുഷ്യൻ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒരു ഉപകാരവുമില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ അരികിൽ ഒരു കൂലിയും അവനിക്ക് ലഭിക്കുന്നതല്ല. കളവ് പറയാ, നോമ്പ് നോറ്റിട്ട് കളവ് പറയാ, തമാശയിൽ പോലും കളവ് പറയാൻ പാടില്ല. ഹബീബാ നബി തങ്ങൾ പറയുന്നു, അങ്ങനെ നോമ്പുകാരായി നിങ്ങൾ കളവ് പറയുന്നവരാണോ, നിങ്ങൾ കള്ളത്തരം ചെയ്യുന്നവരാണോ, എന്നാൽ പിന്നെ നിങ്ങൾ പട്ടിണി കിടന്നതുകൊണ്ടോ, നിങ്ങൾ ഭക്ഷണം ഉപേക്ഷിച്ചതുകൊണ്ടോ, നിങ്ങൾ വെള്ളം ഉപേക്ഷിച്ചതുകൊണ്ടോ ഒരു കാര്യവുമില്ല. അള്ളാഹുവിന്റെ അരികിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യണ്ട എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വന്നാലും സത്യം പറയണം, സത്യം പറയണം, സത്യം പറയണം. അതിനല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സത്യം പറയാൻ, സത്യത്തിന്റെ മേൽ നിലകൊള്ളാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതൊരു വലിയൊരു തൗഫീഖാണ്, അതൊരു വലിയ തൗഫീഖാണ് സത്യത്തിന്റെ മേൽ നിലകൊള്ളുക എന്ന് പറയുന്നത്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നസ്സിദ്ഖ, മഹാനാകുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇന്നസ്സിദ്ഖ, തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന ഓരോ സത്യങ്ങളുണ്ടല്ലോ, ഓരോ സത്യങ്ങളും, നിങ്ങൾ പറയുന്ന ഓരോ സത്യങ്ങളും. ഇപ്പൊ മുസ്ഫിറിനോട് ഒരാൾ വിളിച്ചു ചോദിച്ചു, ഹലോ അസ്സലാമു അലൈക്കും മുസ്ഫിറെ, നിങ്ങൾ എവിടെയാ ഉള്ളത്? മൂപ്പരുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ അങ്ങാടിയിലുള്ളത്. വിളിച്ച ആളും ആ അങ്ങാടി തന്നെ ഉള്ളത്. ആ വിളിച്ച ആൾ എന്തിനാ വിളിക്കണെന്നുള്ള മുസ്ഫിറിന് അറിയാം. അപ്പൊ മുസ്ഫിർ പറയാ, ഞാൻ ഇവിടെ അല്ല, ഞാൻ കോഴിക്കോട്ട് അങ്ങാടിയിലാണ്. മൊബൈൽ കൊണ്ടുള്ള ഉപകാരമാണ് ഇപ്പൊ. മൊബൈലുണ്ട്. പുതിയ ആപ്പള ഗൾഫിൽ നിന്ന് വിളിച്ചു. ആ സമയത്തിൽ പമ്പറന്നോൾ എവിടെയാണ്? അയൽവക്കത്താണ്. ഓള് പറയാണ്, ഞാൻ എവിടെയാ ഉള്ളത്? വീട്ടിൻ്റെ ഉള്ളിൽ, അടുക്കളയിൽ, ഇതൊക്കെ പണിന്റെ തിരക്കിലുള്ളത്. ഓൾ എവിടെയുള്ളത്? ഓൾ അപ്പുറത്തുള്ളത്. തമാശയിൽ പോലും കളവ് പറയരുത്, മനസ്സിലായില്ലേ? വെറുതെ ഇങ്ങനെ കളവ് വിടുക, കള്ളത്തരം പറയുക, കള്ളത്തരം പറയുക, പറയരുത്. എന്തോ ഒരു സത്യം പറഞ്ഞു വെച്ചിട്ട് എവിടെയുള്ളത്? ഞാൻ അയൽവാസിന്റെ വീട്ടിലുള്ളത്. അയൽവാസിന്റെ വീട്ടിലുള്ളത് എന്തോ ആനോ, ഒന്നൊരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു ഭൂമിയും കുലുങ്ങൂല. മുമ്പരെന്താ വിചാരിക്കും? ഒന്നും വിചാരിക്കൂല. ഒക്കെ വിചാരിപ്പിക്കുന്ന ആരാണ്? ഷെയ്ത്താനല്ലേ. ആ ഷെയ്ത്താന്റെ ശക്തി അല്ലാഹു നശിപ്പിക്കൂലേ നമ്മൾ സത്യം പറഞ്ഞാൽ? നിങ്ങൾ പറയുന്ന ഓരോ സത്യങ്ങളുമുണ്ടല്ലോ, അത് യഹ്ദീലൽ ബിർ, അത് ഗുണത്തിലേക്ക്, നന്മയിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഒരു സത്യം ഒരാൾ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു അവനക്ക് കൊടുക്കും. ഒരു സത്യം ഒരാൾ പറഞ്ഞാൽ നന്മ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു അവനക്ക് കൊടുക്കുന്നതാണ്. വഇന്നൽ ബിർറ, നിങ്ങൾ ചെയ്യുന്ന ഗുണങ്ങളുണ്ടല്ലോ, അത് യഹ്ദീ ഇലൽ ജന്ന, നിങ്ങളെ കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകളുണ്ട്. എന്താ ഓൻ്റെ അഭിപ്രായം? ഓനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഓനെന്ന് പറഞ്ഞാൽ വലിയ നിസ്കാരമൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ തൊള്ള തന്നോ സത്യമേ പറയുള്ളൂ. അങ്ങനെ എത്ര ആളുകളുണ്ടെന്ന് അറിയാം. ഓൻ്റെ അവസ്ഥ എന്താണ്? നമസ്കാരമൊന്നും വലിയ വള്ളിയൊക്കെ വല്ലാണ്ടെന്ന് കാണല്ലോ, പക്ഷെ തൊള്ള തുറന്നാൽ സത്യമേ പറയുള്ളൂ. അങ്ങനത്തെ ആളുകൾ ലോകത്തിൽ നിന്ന് വിട പറയാൻ പോകുമ്പോൾ അവരൊരു ഹജ്ജിന് പോകും.
അവരൊരു ഉംറ നിർവഹിക്കും. പിന്നെ അവർ നാട്ടിൽ വന്നാൽ പിന്നെ നിസ്കാരങ്ങളോട് നിസ്കാരങ്ങളായിരിക്കും. എപ്പോഴും ഖുർആനോത്തായിരിക്കും. എപ്പോഴും നല്ല നല്ല ദിക്റുകൾ ചൊല്ലിയിട്ടവൻ കഴിയും. അവൻ കുടുംബ സന്ദർശനങ്ങൾ നടത്തും. അവൻ അവസാനം മരിച്ചു പിരിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ടവർക്ക് മരിക്കാൻ കഴിയും. അതിന് കാരണമെന്താ? ഹബീബാ നബി തങ്ങളുടെ വാക്കാണ്, ഇന്ന സിദ്ഖ യഹ്ദീ ഇലൽ ബിർറ വ ഇന്നൽ ബിർറ യഹ്ദീ ഇലൽ ജന്ന. അത് നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തല പോയാലും കളവ് പറയരുത് എന്നൊക്കെ പഴയകാലത്തൊക്കെ പറയാറുണ്ട്. ഇന്നിപ്പോ കളവ് പറയാൻ ഒരു പ്രയാസമില്ല, ഒരു പേടിയില്ല. കളവ് പറയാൻ ഒരു പേടിയില്ല. പൊന്നുമോനെ സത്യം പറഞ്ഞോ. നീ പറയും ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അദ്ദേഹം സത്യം പറയും. ഇതുവരെ അവരുടെ പേരിന്റെ കൂടെ സിദ്ദീഖ് എന്നുള്ള പേരിനെയും അല്ലാഹു ചേർത്തി കൊടുക്കുമെന്ന് റസൂലുള്ളാഹ്. അലവി മുസ്ലിയാർ ഒരു സത്യം പറഞ്ഞു. അല്ലാഹുവിന്റെ അരികിൽ അലവി മുസ്ലിയാർ സിദ്ദീഖ് എന്നൊരു പേര് അവിടെ എഴുതി വെക്കപ്പെടും, ഒരു ബിരുദം അവിടെ കൊടുക്കപ്പെടും. ഒരു സത്യം പറഞ്ഞ ആ കോടൊരു സത്യം പറഞ്ഞു. എന്നാൽ ആ കോടിന്റെ പേരിന്റെ കൂട്ടത്തിൽ സിദ്ദീഖ് എന്നും കൂടെ അങ്ങോട്ട് ചേർത്തി കൊടുക്കും അല്ലാഹു. ഒരു സത്യം ഒരാൾ പറഞ്ഞാൽ. തീർച്ചയായിട്ടും കളവുണ്ടല്ലോ, കളവ് പറയുക. യഹ്ദീലൽ ഫുജൂർ, അത് തമ്മാടിത്തരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. വൈന്നൽ ഫുജൂറ, തീർച്ചയായും തമ്മാടിത്തരമുണ്ടല്ലോ. യഹ്ദീലൻ നാർ, അത് നരകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹ്. ചില ആളുകളെ പറ്റി പറയാറുണ്ട്, ഓൻ്റെ അവസ്ഥ എന്താണ്? പള്ളിയിലൊക്കെ മുന്നിലെ സഫലുണ്ടാവും, ഭയങ്കര ധർമ്മിഷ്ഠനുമാണ്, പക്ഷെ തൊള്ള തുറന്ന കളവേ പറയുള്ളൂ. അങ്ങനെ ചില ബതുക്കളുണ്ട്. പള്ളിയിൽ മുന്നിലെ സഫലുണ്ടാവും, മൊയ്ലാരെ നേരെ ബാക്കിൽ, മൊയ്ലാർ അഥവാ ബോധം കെട്ട് വീണ് അവനാ കയറിക്കണ്ടി, ആ നിലക്ക് മൊയ്ലാരെ ബാക്കിലും ഉണ്ടാവും. പക്ഷേ തൊള്ള തുറന്നാ മുപ്പര് കളവേ പറയുള്ളൂ. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടല്ലോ, അവരിങ്ങനെ വലിയ നിസ്കാരക്കാരായിരിക്കും. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ അവരുടെ ജീവിതത്തിൽ വരും. ആ അബദ്ധത്തിൽ പിന്നെ നിസ്കാരം പള്ളിയിലേക്കില്ല, പിന്നെ നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിൽ നകന്നകന്നകന്നകന്ന് പോകും. അവസാനം മരണപ്പെടുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പോലും അവർക്ക് കഴിയുകയില്ല. കാരണം മുത്തുനബി തങ്ങളുടെ ഹദീസാണ്, വാക്കാണ്. വഇന്നൽ കദിബ യഹ്ദീ ഇലൽ ഫുജൂർ വഇന്നൽ ഫുജൂറ യഹ്ദീ ഇലൻ നാർ, നരകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. വഇന്നർറജുല, തീർച്ചയായും ഒരു മനുഷ്യനുണ്ടല്ലോ, ലയക്ദിബു, അവൻ കളവ് പറയും. ഹത്താ യദ്വര യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, അല്ലാഹുവിന്റെ അരികിൽ അവന്റെ പേരിനോടുകൂടെ കദ്ദാബ് എന്നുള്ള പേരും കൂടെ ചേർത്തി കൊടുക്കും. ഒരു കളവ് ഒരാൾ പറഞ്ഞാൽ, ഒരു കളവ് ഒരാൾ പറഞ്ഞാൽ, ഒരു കളവ് ഒരാൾ പറഞ്ഞാൽ, ഇന്നാലിന്ന ഫുലാൻ, ഒരു കളവ് പറഞ്ഞാൽ ഫുലാൻ കദ്ദാബ് എന്ന പേര് അള്ളാഹുവിന്റെ അരികിൽ അവിടെ അങ്ങനെ എഴുതി വെക്കപ്പെടും.